അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ട്. അതെ, അനുഭവ കഥകൾ തന്നെ. അതിൽ നൂർ ഫാത്തിമ എന്നുള്ള സ്റ്റോറി നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അതെ, ഉസ്താദിനെ സ്നേഹിച്ച ക്രിസ്ത്യാനി പെണ്ണ്. എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു അനുഭവ കഥ കൂടിയാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വിവരിക്കുന്നത്. പ്രണയത്തിന് വിലങ്ങുതടിയാകാറുണ്ട് പലപ്പോഴും ജാതിയും മതവും. എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും പ്രണയിക്കുന്നവർ ഇരുമതസ്ഥരാണെങ്കിൽ വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ എതിർക്കും. എന്നാൽ ഈ വെല്ലുവിളികളെല്ലാം തരണം ചെയ്ത് പ്രണയം സ്വന്തമാക്കിയതിൻ്റെ അനുഭവം പങ്കുവെക്കുകയാണ് കൊല്ലം സ്വദേശി രേഷ്മ ജോയ്. പ്രണയത്തിനായി സഹിച്ച വേദനയും സഹനവും അവളിവിടെ പങ്കുവെക്കുകയാണ്. രേഷ്മയുടെ പ്രണയകഥ കേൾക്കാം. എൻ്റെ പേര് രേഷ്മ ജോയ്, നാട് കൊല്ലം. ഞാനിപ്പോൾ ഒമാനിലാണ് താമസം. എനിക്കുമുണ്ട് സുന്ദരമായൊരു പ്രണയകാലം. അതെ, +2 കഴിഞ്ഞ് എല്ലാവരും കോളേജിൽ പോകാൻ ഉള്ള തിരക്കത്തിലാണ്. ഞാനും അതുപോലെ തന്നെ. അച്ഛനിഷ്ടം എന്നെ BA ഇംഗ്ലീഷിന് വിടാനായിരുന്നു. അമ്മയ്ക്കാണെങ്കിലോ BSc കമ്പ്യൂട്ടർ സയൻസും. ഇതിലൊന്നും പെടാത്തതായിരുന്നു എനിക്ക് ആവശ്യം. പണ്ട് മുതൽ തന്നെ പൈലറ്റ് ആകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹെയർ ഹോസ്റ്റസ് എങ്കിലും. പക്ഷേ അതൊരു ആഗ്രഹം മാത്രമായി മാറി. അമ്മ പറയും, അയ്യോ, ആകെ ഒരു പെണ്ണേ ഉള്ളൂ, പൈലറ്റ് ആയാലേ പ്ലെയിൻ ഓടിക്കുമ്പോൾ താഴെ എങ്ങനെ വീണാലോ, ഹേയ് അത് വേണ്ട അത് വേണ്ട. എന്നാൽ അവളുടെ അച്ഛൻ പറയുന്നത് ഇങ്ങനെയായിരുന്നു, എനിക്ക് എൻ്റെ മകൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണം, അതുകൊണ്ട് ഇംഗ്ലീഷ് എടുത്താൽ മതി. അങ്ങനെ അവരുടെ ആഗ്രഹങ്ങൾക്കിടയിൽ പാവം ആ ചെറിയ ആഗ്രഹം, അവളുടെ ആഗ്രഹം മുങ്ങിപ്പോയി എന്ന് തന്നെ പറയാം. അങ്ങനെ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കോതമംഗലം മൗണ്ട് കാർമൽ കോളേജിൽ BSc കമ്പ്യൂട്ടർ സയൻസിനാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ഞാനും അമ്മയും ചാച്ചനും കൂടെ പുലർച്ചെ തന്നെ പോയി. എനിക്ക് മൊത്തത്തിൽ ഒരു ടൂറ് പോകുന്ന പോലെ തോന്നി. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഇന്ന് ഇറങ്ങിയാൽ അടുത്ത ദിവസം കോളേജിലെത്താം. അതായത് ഞാൻ അവിടെ ജോയിൻ ചെയ്താൽ എനിക്ക് ഓണം ക്രിസ്മസ് അവധിക്ക് അല്ലാതെ വീട് കാണാൻ പറ്റില്ല എന്ന് സാരം. അതോർത്ത് ആദ്യം അവൾ വിഷമിച്ചെങ്കിലും കോളേജിലെ ഫ്രണ്ട്സുകളെ കണ്ടപ്പോൾ മനസ്സിൽ ലഡ്ഡു പൊട്ടി. പക്ഷേ ആ ലഡ്ഡു അമ്മ പൊട്ടിക്കാൻ സമ്മതിച്ചില്ല. അമ്മ പറഞ്ഞു, മോളെ, ഇവിടെ മലയിടിഞ്ഞാൽ എന്തെടുക്കും? കോളേജിൻ്റെ പിറകിൽ മലയാണ്. ഹോ, ആ ഒരു തള്ളവൈബ്. അങ്ങനെ അതും തീരുമാനമായി. തൻ്റെ ആഗ്രഹം അതും അവിടെ നിഷ്ഫലമായി എന്നർത്ഥം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരി വീട്ടിൽ വന്ന് പറഞ്ഞു അവരുടെ കോളേജിൽ BCom സീറ്റുണ്ടെന്ന്. ആ സമയത്ത് BCom എന്താ സംഭവം എന്നാണെന്ന് ആരോ എൻ്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തു. അടുത്ത ദിവസം തന്നെ ഞാൻ BCom അഡ്മിഷൻ എടുത്ത് ക്ലാസ്സിന് പോയി തുടങ്ങി. ടീച്ചർമാർ എന്താണെന്ന് പറയുന്നതെന്ന് മനസ്സിലാകാതെ കിളി പോയിരിക്കുമ്പോഴാണ് ഒരു പയ്യൻ ക്ലാസ്സിലേക്ക് വന്നത്. അതും ലേറ്റായിട്ട്. ന്യൂ അഡ്മിഷനാണ്. ടീച്ചർ അവനെ ക്ലാസ്സിലേക്ക് വിളിച്ചു. പീച്ച് കളർ ഷർട്ടും ഒരു ജീൻസുമായിരുന്നു വേഷം. നല്ല നീണ്ട കട്ടി മുടി പിറകിലേക്ക് വളർത്തിയിട്ടുണ്ട്. എൻ്റെ കണ്ണിൽ കോഫി കളർ കൃഷ്ണമണി, അതെ, കൂട്ടിമുട്ടിയ പുരികം. പിന്നെ അവൻ സംസാരിക്കുമ്പോൾ കവിളിൽ ഒരു നുണക്കുഴിയും. വാവ്, സെറ്റ് പയ്യൻ എന്ന് മനസ്സിലോർത്തു. പക്ഷേ കാണുന്നത് പോലെ അത്ര രസമല്ല അവൻ്റെ സ്വഭാവം. വന്ന ദിവസം തന്നെ അവൻ ഒന്നും രണ്ടും പറഞ്ഞ് ഞാനുമായിട്ട് ഉടക്കി. പിന്നെ അവനെ എനിക്ക് കാണുന്നതേ അങ്ങ് ഇഷ്ടമല്ലാതായി. ചുമ്മാ ഇങ്ങോട്ട് കയറി വഴക്കിടും. അതുകൊണ്ട് അവനോട് ഞാൻ മിണ്ടാനോ മൈൻഡ് ചെയ്യാനോ പോകാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഓണം സെലിബ്രേഷൻ സ്റ്റാർട്ടായി. പെൺകുട്ടികളെല്ലാം സാരി, ആൺകുട്ടികളെല്ലാം ഷർട്ടും മുണ്ടും. ഞാൻ പൂവൊക്കെ സെറ്റാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവൻ അടുത്ത് വന്നിട്ട് ഓണം വിഷ് ചെയ്തു. ഇവനിത് എന്ത് പറ്റി ഇത്ര സ്നേഹം എന്ന് ഞാനും വിചാരിച്ചു. കാരണം എപ്പോഴും എന്നോട് വഴക്കാണ്. ഓണാവധി കഴിഞ്ഞ സമയത്താണ് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം. ഞാൻ ഉത്സവത്തിന് എല്ലാവരെയും ക്ഷണിച്ചു, ഇവനെ മാത്രം ക്ഷണിച്ചില്ല. ഓണം ഫംഗ്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ പോകാൻ നേരം അവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ചോദിച്ചു, ഇയാൾ എല്ലാവരും ഉത്സവത്തിന് വിളിച്ചില്ലേ, എന്നെ മാത്രം വിളിച്ചില്ലല്ലോ? അവനോടുള്ള ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു, നിന്നെ വിളിക്കാൻ തോന്നിയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പക്ഷേ എനിക്ക് തന്നെ ഇഷ്ടമാണ്. യെസ്, ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞോ എന്ന്. അത്രയ്ക്ക് ഷോക്കിംഗ് ആയിട്ട് എനിക്കത് തോന്നിയില്ല. ഞാൻ നോ എന്ന് പറഞ്ഞു. ഹേയ് നോ, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെ അവധി തുടങ്ങി. കോളേജിൽ പലരും വിളിച്ചു. താനെന്താ ഉത്സവത്തിന് അവനെ വിളിക്കാഞ്ഞേ? അങ്ങനെ പല പല ചോദ്യങ്ങൾ കൂടിക്കൂടി വന്നു.
എല്ലാവരെയും വിളിച്ചു. അവനെ മാത്രം ഒറ്റപ്പെടുത്തിയതിൽ എല്ലാവരും തന്നോട് ചോദിക്കുന്നു, നീ എന്താ അവനെ മാത്രം വിളിക്കാഞ്ഞത്? അപ്പോൾ അവനെ വിളിക്കാമെന്ന് ഞാനും കരുതി. ഞാൻ ഫോണെടുത്ത് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. ഹായ്, ഐ എം രേഷ്മ. ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവമാണ്, താൻ പറ്റുമെങ്കിൽ വരണം. ആ ഒരു മെസ്സേജ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഓരോ സെക്കൻഡ് വെച്ചിട്ട് മെസ്സേജ് വരാൻ തുടങ്ങി. അങ്ങനെ മെസ്സേജ് റീപ്ലൈ കൊടുത്ത് ഓണം അവധി കഴിഞ്ഞപ്പോൾ ഞാൻ എസ്സും പറഞ്ഞു. പിന്നെ പതുക്കെ പതുക്കെ ക്ലാസ് ഫുൾ അറിഞ്ഞു, കോളേജ് അറിഞ്ഞു, ടീച്ചേഴ്സ് അറിഞ്ഞു, അങ്ങനെ വീട്ടിലും അറിഞ്ഞു. അവൻ്റെ കഥകൾ വീട് മൊത്തം നിറഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സംശയം തൊഴിൽ തുടങ്ങി. പോരാത്തതിന് ഞാൻ ഇടയ്ക്കിടെ ഓർക്കാതെ എൻ്റെ അനിയനെ കയറി അവൻ്റെ പേരും വിളിക്കും. അതുപോലെ അമ്മ ഇവനെ കാണാൻ കോളേജിൽ വന്നു. അവൻ്റെയും ഞങ്ങളുടെയും വീട്ടുകാർ തമ്മിൽ സംസാരമായി. എൻ്റെ ബന്ധുക്കൾ അവനെ അടിക്കാൻ കോളേജിൽ വന്നു. എന്നെ വീട്ടിൽ പൂട്ടിയിട്ടു, അടിച്ചു, കൊന്നു. അങ്ങനെ പ്രശ്നങ്ങളും പ്രണയവുമായി ഞങ്ങളുടെ ഡിഗ്രി ലൈഫ് തീർന്നു. എല്ലാവരും പിരിയുവാൻ സമയമായി. ഞാൻ MBAക്ക് പോകാനും അവൻ MCOMന് പോകാനും തീരുമാനമെടുത്തു. പിന്നെ ഒരു ദിവസം അവധിയായാൽ ഈ ചെറുക്കനെ മിസ് ചെയ്യുന്ന ഞാൻ വേറെ കോളേജിൽ പോകാനോ? നടന്നത് തന്നെ. പക്ഷേ എങ്ങനൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടും? ഞങ്ങൾ ആലോചിച്ച് അവസാനം ഞങ്ങൾ രണ്ടുപേരും ഒരേ കോളേജ് വെച്ച് അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തിരുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു. എനിക്ക് കൊല്ലം, അവന് മാന്നാർ. പണിപാളി എന്ന് മനസ്സിലായി ഞാൻ. അവൻ പോലും അറിയാതെ ഒരു റിസ്ക് എടുത്തു. എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്ന എല്ലാ കോളേജും ഞാൻ എടുത്തു മാറ്റി. മാന്നാർ കോളേജ് മാത്രം വെച്ചു. 1% ചാൻസ് ഉള്ളൂ എന്നറിയാമെങ്കിലും ഞാൻ റിസ്ക് എടുത്തു. അലോട്ട്മെൻറ്റ് വന്നു. എനിക്കും മാന്നാർ കിട്ടി. ഞങ്ങൾ രണ്ടുപേർക്കും ഒരു കോളേജ്. പിന്നെ വീട്ടിലറിയിക്കാതെ നോക്കണം. ഇവൻ ഇവിടെയാണെന്നറിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പ്രശ്നമാണ്. സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ അഡ്മിഷൻ എടുത്തു. പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞ് വീണ്ടും വീട്ടിൽ പൊക്കി. വീണ്ടും പ്രശ്നങ്ങൾ. PG കഴിഞ്ഞ് അവൻ വിദേശത്ത് ജോലി കിട്ടി. എനിക്ക് ബാങ്കിലും. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. അതെ, ഭയങ്കര ഒരു സംഗതിയാണത്. അനുഭവിച്ചവർക്ക് മാത്രം അറിയാവുന്ന ഒരു വേദന. ഒരു ദിവസം നോക്കി വരവിനായി കാതോർത്തിരിക്കാനുള്ള ഒരു സുഖമുള്ള വേദന. പക്ഷേ വീട്ടിലാരും സമ്മതിക്കുന്നില്ല. എല്ലാവരും പ്രശ്നം. അച്ഛനും അമ്മയും ആത്മഹത്യ ഭീഷണി വരെ മുഴക്കി. മൊത്തത്തിൽ ഒരു യുദ്ധക്കളം. അങ്ങനെ അവസാനം ഞങ്ങൾ കല്യാണം കഴിച്ചു. പിന്നെ ഇതിനിടയിൽ പറഞ്ഞിട്ടുണ്ട്, ഇനിയുമുണ്ട് കാര്യങ്ങളെ. അത് ഒരു ചുരുളഴിയാത്ത രഹസ്യമായി അവിടെ തന്നെ നിൽക്കട്ടെ എന്ന്. എന്തൊക്കെ തന്നെയായാലും ഇന്ന് ഞങ്ങൾ ഒമാനിലാണ്. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു ബ്ലെസ്സിങ്ങും വന്നു. ഞങ്ങൾക്ക് ഒരു ചെറിയ മാലാഖ, അവനെ പോലെ തന്നെ ഉള്ള എൻ്റെ മാലാഖ. ഇനി അവൻ ആരാണെന്നറിയണ്ടേ? അബ്ദുൽ സലാം, അബ്ദുൾ റഹീം. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഞങ്ങളുടെ വീട്ടുകാരെ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കിയതെന്ന്. അതെ, ഇവൾ സ്നേഹിച്ചിരുന്നത് ഒരു മുസ്ലിം യുവാവിനെയായിരുന്നു. ഞങ്ങളുടെ വീട്ടുകാരും ഞങ്ങളെപ്പോലെ തന്നെ മതം നോക്കാതെ പരസ്പരം സ്നേഹിക്കുന്നു. രേഷ്മ ജോയ് എന്നുള്ള പേര് എൻ്റേത്. എൻ്റെ ഭർത്താവ് അബ്ദുൽ സലാമും. ഞാൻ ഇതുവരെ പ്രണയിച്ചിരുന്ന ആ ഒരു വ്യക്തി അബ്ദുൽ സലാമാണ്. എന്നാൽ ഞങ്ങളുടെ പ്രണയം ഇപ്പോഴും തുടരുന്നു. മരണത്തിനും അപ്പുറത്ത് അത് തുടർന്നുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാഫി ഉസ്താദിൻ്റെയും നൂർ ഫാത്തിമ എന്ന റീനയുടെയും സ്വപ്നം പൂർത്തിയായതുപോലെ ഇവരുടെ സ്വപ്നവും പൂർത്തിയായി. അവർക്കൊരു കുഞ്ഞ് ജനിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തൊക്കെ തന്നെയായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.